ലബനിലെ കരയാക്രമണത്തിന്റെ ഹിസ്ബുള്ളയുടെ ഒളിയാക്രമണത്തിൽ 8 ഇസ്രായേലി സൈനികരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. അതേസമയം ഇതിന് തിരിച്ചടിയുണ്ടാകുമെന്ന് തന്നെയാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ കമാൻഡോ യൂണിറ്റിന് നേരെ ഗറില്ല ശൈലിയിലുള്ള ആക്രമണം ഉണ്ടായെന്ന് IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഹിസ്ബുള്ള ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സ്പെഷ്യൽ ഫോഴ്സസ് സൈനികൻ കൊല്ലപ്പെട്ടതായി വിവരം പുറത്തുവന്നിരുന്നു. ഈഗോസ് കമാൻഡോ യൂണിറ്റിലെ ക്യാപ്റ്റൻ എയ്ത്താൻ ഇസ്താഷ് ഓസ്ട്രാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ 7 സൈനികർ കൊല്ലപ്പെട്ടതായി IDF വക്താവ് വൈകുന്നേരം അറിയിച്ചു. അദേസ ഗ്രാമത്തിന് സമീപമുള്ള തുരങ്ക കവാടത്തിലേക്ക് കയറിയതോടെയാണ് IDFന് നേരെ അപ്രതീക്ഷിത ഒളിയാക്രമണം സംഭവിച്ചത്. ഇരുട്ടിന്റെ മറവിൽ ഇസ്രായേലി സൈനികർ അതിർത്തി കടക്കുന്നതിന്റെയും പിന്നീട് ഗ്രാമത്തിലേക്ക് മുന്നേറുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. ഹിസ്ബുള്ളയ്ക്ക് ഗറില്ല യുദ്ധമുറകൾ പയറ്റാൻ അനുകൂല സാഹചര്യമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് 3 ഇസ്രായേലി ടാങ്കുകൾ തകർത്തതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിലെ ആദ്യ റൗണ്ട് മാത്രമാണെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് 8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. നേരത്തെ തങ്ങളുടെ അംഗങ്ങൾ അദേസ, മാറൂൺ, അൽറാസ് ഗ്രാമങ്ങളിലെ ഇസ്രായേലി യൂണിറ്റുകൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിയതായി ഹിസ്ബുള്ള മാധ്യമ ഓഫീസർ മുഹമ്മദ് അഫീഫ് അവകാശപ്പെട്ടിരുന്നു. അതിർത്തിയിലെ ഇസ്രായേലി സൈനികർക്ക് നേരെ 100 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഹസൻ നസ്രള്ളയുടെ മരണത്തിന് ശേഷം തങ്ങൾ ദുർബലരായെന്ന വാദവും മുഹമ്മദ് അഫീഫ് തള്ളിക്കളഞ്ഞു. അതേസമയം ഇന്നലെ 200ഓളം മിസൈലുകൾ പായിച്ച് ആക്രമണം നടത്തിയ ഇറാന് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ IDF ഇന്നലെയും വ്യോമാക്രമണം നടത്തി. ആയിരക്കണക്കിന് ലബനീസ് പൗരർ വടക്കൻ മേഖലയിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. തെക്കൻ ലബനിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടതോടെ വിദേശികളും രാജ്യം വിടുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചതും. ഇറാൻ വലിയ അബദ്ധമാണ് കാട്ടിയതെന്നും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുകയും ചെയ്തു. അതിനിടെ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ പേരെടുത്ത് പറഞ്ഞ് അപലപിക്കാതിരുന്ന UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് ഇസ്രായേലിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ അപലപിക്കുന്നതായും അത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയ ഇറാനെ അദ്ദേഹം പരാമർശിച്ചില്ല. ഇതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. ഗുട്ടറസിനെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ വിരുദ്ധ സെക്രട്ടറി ജനറൽ എന്നാണ് കാറ്റ്സ് വിശേഷിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെ ഇസ്രായേൽ പേഴ്സണ നോൺ ഗ്രാറ്റ, അതായത് അസ്വീകാര്യനായ വിദേശ പ്രതിനിധി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ ക്രൂരമായ ആക്രമണത്തെ അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേൽ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ല, കാറ്റ്സ് വ്യക്തമാക്കി. യുദ്ധം ആരംഭിച്ചതു മുതൽ ഗുട്ടറസിന്റേത് ഇസ്രായേൽ വിരുദ്ധ നയമാണെന്നും കാറ്റ്സ് കുറ്റപ്പെടുത്തി. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 180ഓളം മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിലേക്ക് കുതിച്ചെത്തിയത്. ആക്രമണം നടന്ന ഉടനെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിലെ മലയാളികൾ മാറിയിട്ടുണ്ട്. നിരവധി നാശനഷ്ടങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇരു രാജ്യങ്ങൾക്കും നടുവിലുള്ള ജോർദാനിലും മിസൈൽ ആക്രമണം നടന്നതായി മലയാളികൾ പറയുന്നു. മിസൈൽ വർഷിക്കുന്നതിന്റെ നിരവധി ഭീകര ദൃശ്യങ്ങളാണ് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ ഇറാൻ വർഷിച്ച മിസൈലുകളിൽ ഒന്ന് പതിച്ചത് മൊസാദ് ആസ്ഥാനത്തിന് സമീപമെന്നും റിപ്പോർട്ടുകളുണ്ട്. പിന്നാലെ വൻ ഗർത്തവും രൂപപ്പെട്ടു. മൊസാദ് ആസ്ഥാനത്തിനടുത്തുള്ള ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്.